ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ? വീട്ടുപേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. ആ, എങ്കിൽ പറ. തെക്കേ പറമ്പിൽ തെങ്ങ് കയറാൻ വരുന്ന കണാരനല്ലേ? ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി കുറുപ്പ. 2 ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ? അത് അമ്പാടിയിലെ മുത്തശ്ശിയല്ലേ? കൊച്ചു കൊള്ള. മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ചാ. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ കേറിയിരിക്കുന്ന യമഹേലല്ലേ? കോളേജ് മുത്തശ്ശ, ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയൂ? പറയാം. പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നാണാവണു. പറയടാ, ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമമായി. മുത്തശ്ശൻ പറ, ആരായിരിക്കും? ഒരു ക്ലൂ തരുമോ? തുപ്പല്ലേ മുത്തശ്ശ, ഞാൻ ക്ലൂ എന്ന് പറഞ്ഞതല്ലേ? ക്ലൂ ആണോ? ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. ഗൗളി. നമ്മുടെ പറഞ്ഞാറിയ പ്രഭാകരന്റെ മുത്തശ്ശി ഗൗതമി. ഗൗതമി എന്ത് പറഞ്ഞാലും മുത്തശ്ശിമാര് കുറെ എല്ലുപൊടി കേസുകളായിട്ടാ കൂട്ട്. എങ്കിൽ നീ പറ. അതെ, നമ്മൾ നമസ്കാരം. അച്ചോട്ടാ, എടത്തി ആരൊക്കെ വന്നിരിക്കണം നോക്കിയേ. ഇരിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ? മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ദാണ. അല്ല, ചെറുക്കനാരാ? നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാ. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ, ഉണ്ണി? അവൻ തന്നെ ആള്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ. നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല. നല്ല കാര്യമാണ്. ഗൗരിക്ക് എങ്ങനെ ചെറുക്കനെ ഇഷ്ടായോ? തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവര് തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവനും കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് 2 കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ആദ്യം അറിയണം. എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം. എന്താ? അത് ശരിയാ. ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതാ അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ഒരാളോട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാനത് ചുമ്മാ പറഞ്ഞ മുത്തശ്ശ. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിമണിക്കും. നീ പ്രേമായത് ഗൗരിയായിട്ടല്ലേടാ? ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ. എങ്കിൽ ആ വരുന്ന എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയണ്ടല്ലേ. നീ ആ ഒരു കാമുകന്മാരുടെ മാനം കളയാൻ ജനിച്ചവൻ. മുത്തശ്ശൻ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ പറയുന്നു നേക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞ ചിലപ്പോ രാധികേടത്തിയുടെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ. ഒരു നല്ല ആലോചന ഇട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു, ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്. എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്. രാമൻ ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ അച്ചുവേട്ടൻ തമ്പി സാർ കൂടി വെള്ളമടിക്കുന്നു.
തമ്പി സാറിന്റെ വിഷമം കണ്ട് അച്ചോട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികടത്തിനെ കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെയും കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? എടാ രാമാ, നീ എന്നെ വെട്ടുകയാണോ? വെട്ടല്ല, മുത്തശ്ശനെ തട്ടും. എന്ത്? അയ്യോ, എന്റെ രാമൻകുട്ടി, ഇത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ. ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതലയേൽപ്പിച്ചത്. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവരെ വിളിച്ച് ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി. ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എന്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും. കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളുടെ സമ്മതം വാങ്ങാനുമാണ് അന്ന് ഞാനവിടെ വന്നത്. പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കളഞ്ഞില്ലേ? പക്ഷെ രാമൻകുട്ടി വിഷമിക്കണ്ട, എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം. ഉണ്ണിക്ക് ഗൗരിയോടുള്ളതുപോലെ ഗൗരിക്കും ഉണ്ണിയെ ഇഷ്ട. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവര് തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രാ. ആ സ്ഥിതിക്ക് ഞാനവളോട് ആ സത്യം പറയുന്നതല്ല എന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. ദേ ഉദാഹരണത്തിന്, ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. താൻ വൃത്തികൾ പറയരുത്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? തന്തയ്ക്ക് നിറവില്ലാത്ത ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്ററിൽ നിന്ന് പോയിടാ. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ, ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ അവൾ നിന്റെ പെണ്ണാടാ. ഇതിന്റെ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടാണെന്ന്. നീ നിന്റെ ഭാര്യനെ കൂട്ടി മലയാളികളുടെ പേര് കളയാൻ ഇറങ്ങിയിരിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉണ്ണിയുടെ കാര്യം മിണ്ടാൻ നിൽക്കണ്ട. നീ ബാംഗ്ലൂർ പോയത് കല്യാണം ആലോചിക്കാനോ അതോ മുടക്കാനോ? എന്താടാ ഇത്? ഇവള് പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? അതിൽ സത്യമുണ്ടോന്ന്? സത്യമുണ്ട്. അത് മുത്തശ്ശൻ എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എത്ര നാളാടാ ഇത് തുടങ്ങിയിട്ട്? കുറച്ചു ദിവസമായി. കുറച്ചു ദിവസം കൊണ്ട് ഒരു പ്രേമം ഇത്രയധികം പടർന്ന് പന്തലിക്കുമോ അച്ചു? എനിക്കറിയില്ല. പന്തലിക്കോ മുത്തശ്ശ? പിന്നെ പന്തലിക്കുന്നു മാത്രല്ല, പന്തലിച്ച് പൂടുകയും ചെയ്യും. അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി, അല്ലേ കാർത്തിയാനി? പിന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ലടാ കുട്ടിരാമ. നീ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു. ഉണ്ണി, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുമെന്ന്? ഇതിൽ പര സന്തോഷം ഞങ്ങക്ക് വേറെ എന്തുണ്ടറാ കുട്ടിരാമ? എന്റെ ഈ രണ്ടു മക്കളും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യ. ചെറുപ്പം മുതൽ അവൾക്ക് വേണ്ടി ഇവളാ സംസാരിച്ചിരുന്നത്. തമ്മിൽ പിരിയാന്ന് പറയുന്നത് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യ. ഇപ്പോ ഈശ്വരൻ തന്നെ അതിനൊരു മാർഗം കാണിച്ചു തന്നല്ലോ. എന്റെ ദേവി, എല്ലാ ദോഷങ്ങളും പുറത്തു എന്റെ കുട്ടികളെ നീ കാത്തുകൊള്ളണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെരവിട്ടതാ, അല്ല കൊരവിട്ടതാ. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനി ഇടും ആചാര. ഇയാള് പോയെ? ഞാൻ ഇനിയും വരും, പേടിക്കണ്ട. എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം
ഈ വരുന്ന തുലാമാസം 14-ാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമസ്കാരം. ഇത് മിസ്സസ് പണിക്കർ സദേൺ ഇൻഡസ്ട്രീസിന്റെ എംഡിയാ. ഞാൻ രാമൻകുട്ടി. നമ്മുടെ ബിസ്ക്കറ്റ് ഫാക്ടറി മാനേജറായിട്ട് വർക്കിയാ. മിസ്റ്റർ തമ്പി പറഞ്ഞത് പാചകക്കാരനാണെന്നാണല്ലോ. അതെ അതെ, ബിസ്ക്കറ്റും പാചകം ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയില്ലേ മിസ്റ്റർ നായർ? യു യങ് ബ്ലഡ്. Keep it up. ആയിക്കോട്ടെ. വരും മാഡം. അവരെന്താ പറഞ്ഞെന്നറിയോ? കീപ് ഇറ്റ് അപ്പ് എന്ന്. നിന്റെ കേപ്പായിരിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ? നിനക്ക് താല്പര്യം പറടാ, ഞാൻ ഫ്രീയാ. മരപ്പട്ടി. കേപ്പ് എന്ന് വെച്ചാൽ ഇത്ര വലിയ തെറിയാണോ ഈശ്വര? ഒന്ന് വന്നേ. അതെ, ഭക്ഷണം അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. ക്ഷമിക്കേട്ടാ. അതല്ല, ഭക്ഷണം എത്തില്ല. എന്തുപറ്റി? ഭക്ഷണം കയറ്റി വന്ന വാൻ ഒരു ലോറിയുമായിട്ട് ഇടിച്ചു മറിഞ്ഞു. ആളപായമൊന്നുമില്ല. ഈശ്വര, എന്തായത്? ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ സമയത്ത് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ഭക്ഷണമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന്. എന്റെ അച്ചു, ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാതെ നിങ്ങളൊക്കെ കലവറയിൽ തന്നെയായി പോവില്ലേ? അതുകൊണ്ടാ ഞാൻ. പക്ഷെ ആരാ പറഞ്ഞ കലവറയിൽ ആഘോഷമില്ലെന്ന്? എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ആഘോഷമായിട്ട് ഒരു ഉഗ്ര സദ്യ ഉണ്ടാക്കാം. എന്താ ചേട്ടാ? അതെ, എല്ലാരും കൂടി ആഞ്ഞു പിടിക്കണം. അതിനെന്താ? എല്ലാവരും ആഞ്ഞു പിടിക്കലോ? എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചേ.